Hi dears, welcome back to Variety Recipes. ഇന്ന് ഞാൻ ബീഫ് കുറുമയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ബീഫ് കുറുമയ്ക്ക് വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിലേക്ക് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കുറുമ ഉണ്ടാക്കാൻ സാധിച്ചു. വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബീഫ് കുറുമയാണിത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചപ്പാത്തി, പൊറോട്ട, പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫ് കുറുമ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഈ കുറുമയ്ക്ക് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് ചൂടാക്കുക. വേപ്പില നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് എരിവിനുള്ള ഒരു പച്ചമുളക് ഞാൻ 4 കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ളത് ചേർക്കുക. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കോറിയാൻഡർ പൗഡർ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല പൗഡറാണ് ചേർക്കേണ്ടത്. ഗരം മസാല പൗഡറിന് വേണ്ടി ഞാൻ കുറച്ച് ഓൾ സ്പൈസസ് എടുത്തിട്ട് പൊടിച്ചാണ് എടുത്തത്. പട്ട, കറയാമ്പൂ, ഏലക്ക, പെരുജീരകം ഇത് 4 കൂടിയാണ് ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൊടിച്ച കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യാം. പൊടികളുടെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോഴേക്കും ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർക്കുന്നത്. 1/2 കിലോ ബീഫ്, അതായത് 500 ഗ്രാം ബീഫാണ്. അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഓൾ സ്പൈസസ് ആയ പട്ട, കറയാമ്പ്, ഏലക്ക ഇതും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചതാണ്. കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്, മുഴുവൻ കുരുമുളക് അതും കൂടി ചേർത്തിട്ട് ഈ പുഴുങ്ങിയ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ ഗ്രേവിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് കഴിയുമ്പോഴേക്കും മൂടി വെച്ച് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി മസാലയൊക്കെ നന്നായിട്ട് കുക്കാവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഗ്രേവിക്ക് കൂടുതൽ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു പൊട്ടാറ്റോ ആണ്. അത് 50 ഗ്രാം വെയിറ്റുള്ള ഒരു ചെറിയ പൊട്ടാറ്റോ വേവിച്ചതാണ്. അത് തൊലി കളഞ്ഞ് നന്നായിട്ട് മാഷ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ ഇത് എടുക്കരുത്. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ ഈ പൊട്ടാറ്റോയ്ക്ക് ഗ്രേവിയുമായിട്ട് നന്നായിട്ട് മിക്സപ്പ് ആവും. അപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഗ്രേവി കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. കണ്ടോ, നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകുറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് കുറുമയാണ്. ഇതുപോലെയാണ് ഹോട്ടലുകാരുണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. എങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയപ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ കറിക്ക്. ഇനി ഇതിലേക്ക് 2 പിഞ്ച് പഞ്ചസാര ചേർക്കാം. 2 പിഞ്ച് പഞ്ചസാര ചേർക്കുന്നത് ഈ തക്കാളിയിലെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അതുമല്ല കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു അല്പം പഞ്ചസാര ചേർക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് ചേർത്തിട്ട് തുറന്ന് വെച്ച് തന്നെ 1 മിനിറ്റ് നമുക്കിങ്ങനെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൽ ഉപ്പൊക്കെ പാകമാണെന്ന് നമുക്ക് നോക്കിയതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കുറുമ റെഡി ആയിട്ടുണ്ട്. ഹോട്ടൽ സ്റ്റൈലിലുള്ള കുറുമയാണ്, വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ.
അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.